മഞ്ഞപ്പിത്തം, ഡെങ്കിപ്പനി, മറ്റു മഴക്കാല രോഗങ്ങൾ തുടങ്ങിയവ വ്യാപകമായി പടരുന്ന സാഹചര്യത്തിൽ ദിവസവും ആയിരക്കണക്കിന് രോഗികൾ ചികിത്സയ്ക്കായി എത്തുന്ന തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിക്ക് സമീപം കൊതുക് വളർത്തു കേന്ദ്രമായിരിക്കുന്നു. താലൂക്ക് ആശുപത്രിയുടെ പ്രധാന കവാടത്തിന്റെ പടിഞ്ഞാറ് വശത്ത് ആഭ്യന്തര വകുപ്പിന്റെ അധീനതയിലുള്ള പോലീസ് ക്വാർട്ടേഴ്സ് ഭൂമിയിലാണ് 1 വർഷം മുൻപ് പൊളിച്ചു മാറ്റിയ വാഹനങ്ങളുടെ ഷീറ്റുകളിൽ മഴവെള്ളം കെട്ടിക്കിടന്ന് കൊതുക് വളരുന്നത്. ഇവിടെ കാടുകളും നിറഞ്ഞിട്ടുണ്ട്. കൊതുക് കാരണം ആശുപത്രിയിൽ ചികിത്സയിൽ താമസിക്കുന്നവർക്കും നിത്യേന എത്തുന്ന രോഗികൾക്കും ഏറെ പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട്. ഇത് ശ്രദ്ധയിൽപ്പെട്ട ചെറുമുക്ക് നാട്ടുകാരും കൂട്ടായ്മ അംഗങ്ങൾ എത്രയും വേഗം അധികൃതർ ഇതിനൊരു പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് മന്ത്രി എം ബി രാജേഷ്, ജില്ലാ കളക്ടർ, ശുചിത്വ മിഷൻ എന്നിവർക്ക് പരാതി നൽകി. തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയുടെ പടിഞ്ഞാറ് വശത്തേക്ക് സ്ഥിതി ചെയ്യുന്ന 30 വർഷങ്ങൾ പഴക്കമുള്ള SI ക്വാർട്ടേഴ്സ് അതിപ്പോൾ നിലവിൽ ശോച്യാവസ്ഥയിലാണ്. ആകെ മാലിന്യങ്ങളും മറ്റും നിറഞ്ഞ് വെള്ളം കെട്ടൊക്കെയായി കെട്ടിടം ആകെ പൊളിയാറായിട്ടുണ്ട്. അതിന് തൊട്ടങ്ങിയപ്പോഴത്താണ് SHന്റെ ക്വാർട്ടേഴ്സ്, തിരുവങ്ങാടി പോലീസ് സ്റ്റേഷനിലെ SHന്റെ ക്വാർട്ടേഴ്സ്. ഈ ക്വാർട്ടേഴ്സും ഇതുപോലെ തന്നെ ഇതിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലാണ് ഫുള്ള് മാലിന്യങ്ങളും നിറഞ്ഞിരിക്കുന്നത്. കൊതുകുവള ശല്യം കൊണ്ട് തിരുവങ്ങാടി താലൂക്ക് ആശുപത്രി വരുന്ന 2000-ൽ പരം രോഗികൾക്കും അതുപോലെ തന്നെ കൂട്ടുകുടുംബക്കാർക്കും അവിടെ ചികിത്സ തേടി എത്തിയവർക്കും വളരെ പ്രയാസത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഇത് എത്രയും പെട്ടെന്ന് വേണ്ടപ്പെട്ട അധികാരികളെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ചെറുമുക്ക് നാട്ടുകാരും കൂട്ടായ്മ. പിന്നെ എം ബി രാജേഷ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി, അതുപോലെ തന്നെ ശുചിത്വ മിഷന്, അതുപോലെ തന്നെ കലക്ടർ, RDO എല്ലാവർക്കും പരാതി കൊടുത്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് നീക്കം ചെയ്തിട്ട് ഇവിടെ താലൂക്ക് ആശുപത്രിയിലെ താലൂക്കിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾക്ക് വളരെ പ്രയാസമാണ് ഇപ്പോൾ എത്തിക്കുന്നത്. അത് എത്രയും പെട്ടെന്ന് നീക്കം ചെയ്യുക എന്നുള്ളതാണ് ചെറുമുക്ക് നാട്ടുകാരും കൂട്ടായ്മയ്ക്കും വേണ്ടി അറിയിക്കാനുള്ളത്. സിറ്റി വി ന്യൂസ്, തിരൂരങ്ങാടി. Chamano International Jewelers, traditionally trusted for 160 years.